ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി നാളിന് ശേഷമാണ് ഡയറക്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ബലൂചിസ്ഥാൻ, പാകിസ്ഥാൻ, ചൈന ഈ 3 രാജ്യങ്ങളുടെ വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് ബലൂചിസ്ഥാൻ നമുക്കറിയാം പാകിസ്ഥാനിലെ വളരെയധികം കത്തിപ്പോഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ സംഭവം പാകിസ്ഥാനെ വളരെയധികം തലവേദന കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പാകിസ്ഥാൻ ഒരു രീതിയിലും അതിനെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ കണ്ടെയ്ൻ ചെയ്യാനോ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അതിനെ പാകിസ്ഥാൻ മിലിറ്ററിയുടെ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഭരണവർഗത്തിൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ അവർക്കൊരു രീതിയിലും സാധിക്കുന്നില്ല. പല ദശാബ്ദങ്ങളായിട്ട് അവർ ബലൂചിസ്ഥാനിൽ പലതരത്തിലുള്ള അക്രമങ്ങളും കൊള്ളകളും ക്രൂരതകളും ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ തന്നെ, അതായത് അവിടുത്തെ പോപ്പുലേഷനെതിരെ ഭയങ്കര ശക്തമായിട്ടുള്ള സപ്രഷനും റിപ്രഷനും അടിച്ചമർത്തലും. കാരണം നമ്മളിപ്പോൾ ഇതിനിടയ്ക്ക് ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടല്ല, കാരണം അരുന്ധതി റോയുടെ ഇൻ്റർവ്യൂ ഒക്കെ കേൾക്കുന്നവർക്കറിയാം. കാരണം അരുന്ധതി റോയ് നമ്മുടെ ഇന്ത്യൻ ഭരണ സംവിധാനത്തെ, ഭരണകൂടത്തെ, പ്രത്യേകിച്ച് മോഡി വന്നതിന് ശേഷം നമ്മുടെ കാശ്മീർ നയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി അരുന്ധതി റോയ് പറയുമ്പോൾ, കാരണം അരുന്ധതി റോയ് പറയുന്നത് ലോകത്തിൽ സ്വന്തം ജനതയ്ക്കെതിരെ മിലിറ്ററിയെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന ഒരു രാജ്യം ഇന്ത്യ മാത്രമേ ഉള്ളെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ ഒരു വസ്തുത, ഈ ഒരു യാഥാർത്ഥ്യം അവർക്ക് അറിയാൻ കഴിയാത്തതല്ല. പക്ഷേ അവർ ഒരുപക്ഷെ സൗകര്യപൂർവ്വം അതിനെ മറച്ചു വെച്ചിരിക്കും. കാരണം ഇന്ത്യ കാശ്മീരിൽ മിലിറ്ററി ഡിപ്ലോയ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് കാരണം മിലിറ്റൻസിനെതിരെയാണ്, സിവിലിയൻസിനെതിരെ ഒരിക്കലുമല്ല. പക്ഷേ പാകിസ്ഥാൻ ആർമി, ഇൻ്റലിജൻസ് അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അവരുടെ സ്വന്തം ജനതകളായിട്ടുള്ള ബലൂചിസ്ഥാനിലെ ആൾക്കാരുടെ മുകളിൽ അവരുടെ മിലിറ്ററി അറ്റാക്കും എയർ അറ്റാക്കും എയർ സ്ട്രൈക്കും ഒക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നൊരു ഭരണ സംവിധാനം, ഒരു രാജ്യമാണെന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പാകിസ്ഥാൻ ഇന്ന് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഇഷ്യൂ ആണ് ബലൂചിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു ഡൊമസ്റ്റിക് ഇഷ്യൂ ആണ്. അറ്റ് ദ സെയിം ടൈം ഇത് ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂകളാണ്. ഡൊമസ്റ്റിക് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലൂചിസ്ഥാൻ അവരുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി വളരെ കാലമായിട്ട് അവരെ പാകിസ്ഥാനി പഞ്ചാബി എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരെ, കാരണം പാകിസ്ഥാൻ്റെ മുഴുവൻ ഭരണസിരാ കേന്ദ്രങ്ങളും പഞ്ചാബീസിൻ്റെ കയ്യിലാണുള്ളത്. അപ്പോൾ അവിടുത്തെ ആർമി ആയാലും ശരി, ഇൻ്റലിജൻസ് ആയാലും ശരി, സിവിൽ പൊളിറ്റിക്കൽ സിസ്റ്റം ആയാലും ശരി, ജുഡീഷ്യറി ആയാലും ശരി, അവിടുത്തെ ബിസിനസ്സും വ്യവസായങ്ങളും ഒക്കെ തന്നെ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം പഞ്ചാബികളുടെ മേൽക്കോയ്മയാണ്. ഈ പറഞ്ഞ രംഗങ്ങളിലെല്ലാം തന്നെ അവരാണ് അവിടുത്തെ ഇലീറ്റ് വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പം ബാക്കിയുള്ള ജനങ്ങളെ മൊത്തം അവർ എല്ലാ രീതിയിലും എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും മാർജിനലൈസ് ചെയ്യുകയും മാറ്റി നിർത്തുകയും അടിച്ചമർത്തുകയും ചൂഷണം ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ദശാബ്ദങ്ങളായിട്ട്. അതായത് പാകിസ്ഥാൻ എന്നുണ്ടായോ 47 ഓഗസ്റ്റിൽ പാകിസ്ഥാൻ ഉണ്ടായ ആ സമയം മുതൽ പഞ്ചാബികളുടെ കയ്യിൽ സ്വന്തമായിട്ട് ഭരണം കിട്ടാൻ തുടങ്ങിയ ആ കാലഘട്ടം മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച ഇത് തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും അതിനകത്ത് യാതൊരു മാറ്റമില്ലാതെ അവർ ആ രാജ്യത്തിൻ്റെ ഒരു ഡോമിനൻ്റ് ഫോഴ്സായിട്ട് തുടർന്നുകൊണ്ട് മറ്റുള്ള ജനവിഭാഗങ്ങളെയെല്ലാം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു ബ്രൂട്ടലായിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഒരു ജനാധിപത്യ വിരുദ്ധമെന്നൊക്കെ നമുക്ക്. ജനാധിപത്യം പാകിസ്ഥാനിലില്ലല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർമിയുടെ അല്ലെങ്കിൽ ISIയുടെ കയ്യിലാണ് എപ്പോഴും ഭരണം. സിവിലിയൻ ഗവൺമെൻറ് വന്നു കഴിഞ്ഞാലും, ഇപ്പോൾ നവാസ് ഷെരീഫ് വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ബനസീർ ഭൂട്ടോ ഭരണത്തിൽ വന്നു കഴിഞ്ഞാലും ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ആർമിയുടെ കൈകളിലായിരുന്നു ഇല്ലേ അവരുടെ ആ ചരടുകളെല്ലാം ആർമിയുടെയും ഇൻ്റലിജൻസിൻ്റെ ISIയുടെയും. കാരണം വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് ആണല്ലോ ISI എന്ന് നമ്മൾ പറയുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, സമീപ പ്രദേശങ്ങളിൽ ഈ ക്ലോസ് ഇമ്മീഡിയറ്റ് റീജിയൻസിനെല്ലാം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ലോകത്തെല്ലാം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നൊട്ടോറിയസ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് ഏജൻസിയാണ് ISI എന്ന് പറയുന്നത്. അപ്പം ISIയും ആർമിയാണ് അവിടെ ഭരണം. ശരിക്കും പറഞ്ഞാൽ ആര് പ്രധാനമന്ത്രി ആയാലും ശരി, പ്രസിഡൻ്റ് ആയാലും ശരി, ISIയും ആർമിയാണ് അവിടെ ഭരണം നടത്തുന്നത്. അപ്പോൾ ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റിലെല്ലാം തന്നെ അവരുടെ പഞ്ചാബി ഇലീറ്റ്സാണ് ഏറ്റവും കൂടുതൽ നടന്നത്. അവരാണ് പാകിസ്ഥാനെ മൊത്തം കൈയടക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ബലൂചിസ്ഥാനെക്കുറിച്ച് പറയുമ്പോൾ അത് ഇന്ന് പാകിസ്ഥാന് ഡൊമസ്റ്റിക് ഇഷ്യൂ ആണ്. ഇന്നല്ല, ദശാബ്ദങ്ങളായിട്ട് ഡൊമസ്റ്റിക് ഇഷ്യൂ ആണ്. അതിനപ്പുറം ഇത് വലിയൊരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആവുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചൈനയുടെ അവിടോട്ടുള്ള എൻട്രി തുടങ്ങിയതെന്നാണോ അല്ലെങ്കിൽ ചൈന അതിനകത്തിൽ കണ്ണുവെക്കാൻ തുടങ്ങിയെന്നാണോ അന്ന് മുതലാണ് ഇതൊരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ കൂടെ ആകാൻ തുടങ്ങിയത്. ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആകുമ്പോൾ നമുക്കറിയാം, തീർച്ചയായിട്ടും പുറത്തുള്ള മറ്റ് രാജ്യങ്ങളെല്ലാം ഒരു രാജ്യത്തിൻ്റെ ഈ പറഞ്ഞ അകത്ത് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ കടന്നു കയറി ഈ പറഞ്ഞ രീതിയിലുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും പരസ്പരം പ്രോക്സി വാസും ഒക്കെ തന്നെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നമുക്ക് ജിയോ പൊളിറ്റിക്സിൽ കാണാൻ സാധിക്കുന്നത്. ജിയോ പൊളിറ്റിക്സ് ശരിക്കും പറഞ്ഞാൽ പടിഞ്ഞാറന്മാരുടെ തന്ത്രമാണ്. അതായത് ബ്രിട്ടീഷ് അമേരിക്കൻ
സിസ്റ്റത്തിൻ്റെ തന്ത്രമാണ് ജിയോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ജിയോ പൊളിറ്റിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ ലോകത്ത് ഇന്ന് എത്ര കാലം മുന്നോട്ട് നിലനിന്ന് പോകുമോ അന്ന് വരെ നമുക്ക് ഇന്ന് കാണുന്ന ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സ് എല്ലാം അന്ന് നമുക്ക് കാണാൻ സാധിക്കും. റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള ഏരിയാസിനെ കോൺസെൻട്രേറ്റ് ചെയ്തായിരിക്കും മിക്കവാറും എല്ലാ ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സ്, അല്ലെങ്കിൽ റിസോഴ്സ് റിച്ച് ഏരിയാസിനെ ചുറ്റിപ്പറ്റിയായിരിക്കും, ഒന്ന് ട്രാൻസിറ്റിന് വേണ്ടിയായിരിക്കും. ഉദാഹരണത്തിന് ഒരു പീസ് ഓഫ് ലാൻഡ്, ഒരു രാജ്യത്ത് റിസോഴ്സ് ഒന്നും കാണത്തില്ല, പക്ഷേ ആ രാജ്യത്തിനെ ചിലപ്പോൾ പൈപ്പ് ലൈൻ വലിച്ചുകൊണ്ട് പോകാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ട്രാൻസിറ്റ് ലോജിസ്റ്റിക്സ് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടി ആ രാജ്യം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, മിനറൽസ്, ഇതുപോലുള്ള പിന്നെ വിഭവങ്ങളുള്ള സമ്പത്തുള്ള ഭൂപ്രദേശങ്ങളിൽ, അതായത് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നമുക്ക്, പ്രത്യേകിച്ച് അത് ഇസ്ലാമിക് രാജ്യം കൂടെ ആണെങ്കിൽ പിന്നോട്ട് പറയാനും വേണ്ടില്ല, അല്ലെങ്കിൽ ഇസ്ലാമിക് ആയിട്ടുള്ളൊരു പ്രൊവിൻസിലാണെങ്കിൽ നമുക്ക് ഒട്ടുമേ പറയാൻ സാധിക്കില്ല. അവിടെ ജിയോ പൊളിറ്റിക്കിൻ്റെ ഫ്ലാഷ് പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ബലൂചിസ്ഥാന് ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല, ബലൂജികളുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടി അവരൊരു ട്രൈബൽ സെക്റ്റാണ്. അവർ ശരിക്കും പറഞ്ഞാൽ അവർ ഒരു റാഡിക്കൽ ഇസ്ലാം ഗ്രൂപ്പൊന്നുമില്ല, അവർ ട്രൈബൽ സെക്റ്റാണ്. അവർ പഞ്ചാബികളുടെ അടിച്ചമർത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അവരുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടി അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫൈറ്റ് ചെയ്യുകയാണ്. പക്ഷേ ചൈനയും പാകിസ്ഥാനും ഒക്കെ അവരെ വിളിക്കുന്നത് മിലിറ്റൻസ് എന്നോ അല്ലെങ്കിൽ ടെററിസ്റ്റ് എന്നൊക്കെയാണ്. അപ്പോൾ ഇന്ന് പാകിസ്ഥാൻ അത് ശരിക്കും പറഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത വലിയൊരു അവസ്ഥയാണ്. കാരണം വളരെ നൊട്ടോറിയസും പവർഫുള്ളായിട്ടിരുന്ന പാകിസ്ഥാൻ ആർമി, ISA എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് കൈപൊക്കി കാണിച്ചു. വി ആർ ഹെൽപ്ലെസ്, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ബലൂജികൾ അത്രയ്ക്ക് അവിടെ ശക്തമായി കഴിഞ്ഞു. ഇന്ന് അവരൊരു ഇൻഡിപെൻഡൻറ്റ്, ഒരു എന്താണ് പറയുന്നത്, ഒരു സോവറൻ നേഷൻ്റെ ഒരു ആർമിയുടെ കൂട്ട് അല്ലെങ്കിൽ ഒരു പോലീസ് സംവിധാനം പോലൊക്കെ തന്നെ അത്രയ്ക്ക് അവർ പവർഫുള്ളായി കഴിഞ്ഞു. തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് അത് നേടിയെടുക്കാൻ സാധിക്കത്തില്ല. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി മാത്രമേ അത് സാധിക്കത്തുള്ളൂ എന്ന് നമുക്ക് ജിയോ പൊളിറ്റിക്സിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അതെന്തുവരായിക്കോട്ടെ. അപ്പം ഈ ജിയോ പൊളിറ്റിക്സിന് ഏറ്റവും കൂടുതൽ തലവേദന പാകിസ്ഥാനേക്കാളിലും ചൈനയ്ക്കാണ്. ചൈനയുടെ വൻതോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ബലൂചിസ്ഥാനിലുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഗ്വദാർ പോർട്ടിനെ കേന്ദ്രീകൃതമാക്കി, അതുപോലെ തന്നെ അവരുടെ സീപ്പൊക്കെ, വൺ ബെൽറ്റ് വൺ റോഡ്, ഇതെല്ലാം ബലൂചിസ്ഥാൻ ആണ് അതിൻ്റെ സെൻട്രൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഫോക്കൽ ഏരിയ എന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാനാണ്. അപ്പോൾ ബലൂചിസ്ഥാനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ബലൂചിസ്ഥാൻ വളരെ റിച്ചാണ്, റിസോഴ്സ് റിച്ചാണ്. കാരണം ഓയില്, നാച്ചുറൽ ഗ്യാസ്, കൊബാൾട്ട്, കോള്, പിന്നെ മാർബിള്, സിങ്ക്, ലെഡ്, അങ്ങനെ പിന്നെ ഗോൾഡ് പറഞ്ഞാണ്, ഓയില്. അപ്പോൾ ഇതുപോലുള്ള സർവ്വവിധ റിസോഴ്സുകളും, ഭൂമിക്കടിയിൽ എന്തെല്ലാം റിസോഴ്സുകളുണ്ടോ ഈ റിസോഴ്സുകളിൽ സമ്പുഷ്ടമാണ് നമ്മുടെ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ ഏരിയ എന്ന് പറഞ്ഞാൽ. പക്ഷേ പാകിസ്ഥാനിൽ ഏറ്റവും പിന്നെ വലിയ പ്രൊവിൻസാണ് ഈ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ പാകിസ്ഥാൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ്റെ 5% താഴെയുള്ളൂ ഈ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞാൽ. പക്ഷേ റിസോഴ്സ് റിച്ചാണ്. ഇത്രയും നാളും അവർ ഈ ഇവിടുത്തെ ജനങ്ങളെ അടിച്ചമർത്തുകയും അല്ലെങ്കിൽ മാർജിനലൈസ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പാകിസ്ഥാൻ അതോറിറ്റീസ് എന്ന് പറഞ്ഞാൽ. എന്നുവെച്ചാൽ ആ ജനങ്ങളിലെ ഒന്നും പിന്നെ വിദ്യാഭ്യാസം, ജോലി, അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, ആ ബലൂചിസ്ഥാനിലുള്ള ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഇതുപോലുള്ള യാതൊരു കാര്യങ്ങളിലും പാകിസ്ഥാൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിന്, പഞ്ചാബി ഡോമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പഞ്ചാബ് ബേസ്ഡ് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റ് യാതൊരുവിധ താല്പര്യമില്ലായിരുന്നു. ഏത് വിധനെ ഈ ഭൂവിഭാഗത്തെ ഈ ജനങ്ങളെയും ചൂഷണം ചെയ്യുകയും അടിച്ചമർത്തുകയും അല്ലെങ്കിൽ കൊള്ളയടിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അത് തന്നെയായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചൈനയെ അവർ കൂട്ടുപിടിച്ച് ഈ സീപ്പക്കും അല്ലെങ്കിൽ വൺ ബെൽറ്റ് വൺ റോഡൂടെ വന്നപ്പോഴത്തേക്ക് ചൈനയും കൂടെ ഈ പറഞ്ഞ എക്സ്പ്ലോയിറ്റേഷൻ്റെ ഭാഗമാകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ബലൂജികൾ പൊട്ടിത്തെറിച്ചു. അവരെ എക്സ്പ്ലോഡ് ചെയ്ത് ഭയങ്കര ശക്തമായിട്ട് അവർ മുന്നോട്ട് വന്നിപ്പം ഭയങ്കര ശക്തമായിട്ടുള്ള പ്രതിരോധവും എതിർപ്പുമാണ് ഇപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബലൂചിസ്ഥാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രൈബൽ സെക്റ്റാണ്. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഇത് അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും ഉണ്ട്, പാകിസ്ഥാനിലും ഉണ്ട്. ഏറ്റവും വലിയ പ്രൊവിൻസ് ബലൂചിസ്ഥാൻ പാകിസ്ഥാനിലാണ്. പിന്നെ സിസ്താൻ ബലോചിസ്ഥാൻ എന്ന് പറഞ്ഞ ഇറാനിലുണ്ട്. അഫ്ഗാനിസ്ഥാനിലും കുറേ പോർഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ബലൂജികൾ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ, ഇൻഡിപെൻഡൻസിന് വേണ്ടി പ്രശ്നം ഉണ്ടാക്കുന്ന ഇറാനെയും സംബന്ധിച്ചും വലിയൊരു തലവേദനയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഇറാനും പാകിസ്ഥാനും തമ്മിൽ ഇക്കാര്യത്തിൽ മറ്റ് പിന്നെ ഡിഫറൻസസ് ഒക്കെ അവർക്കുണ്ടെങ്കിൽ തന്നെയും ഇക്കാര്യത്തിൽ അവരെ ഒറ്റക്കെട്ടായിട്ട് നിന്നുണ്ട്. ഒരു പക്ഷേ ചൈനയുമായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്നുണ്ട്. ഈ ഒരു പ്രശ്നത്തെ നേരിടുവാൻ ഇറാനും താല്പര്യം പ്രകടിപ്പിക്കും. കാരണം ബലൂചിസ്ഥാൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് വളരെ ശക്തമായി കഴിഞ്ഞാൽ അത് ഇറാൻ്റെ സോവറിൻറ്റിയെ കൂടെ അല്ലെങ്കിൽ അവരുടെ എന്താണ് പറയുന്നത് രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെ കൂടെ ബാധിക്കുന്നതാണ്. കാരണം അപ്പോൾ ഇറാനിലുള്ള ബലൂജികൾ തീർച്ചയായിട്ടും ഇവരോടൊപ്പം ചേർന്ന് അഫ്ഗാനിസ്ഥാനിലുള്ള ബലൂജി അവരോടൊപ്പം ചേർന്ന് ഒരു ഇൻഡിപെൻഡൻറ്റ് രാജ്യമായിട്ട് ഒരു ഗ്രേറ്റർ ബലൂചിസ്ഥാൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശരിക്കും പറഞ്ഞാൽ പ്ലാൻ നടക്കുന്നുണ്ട്. കാരണം ഇതാണ് ഇസ്രായേലും അമേരിക്കയൊക്കെ ഇറാനെതിരെ ഉപയോഗിക്കുന്ന തുറപ്പിയിട്ടുള്ളതെന്ന് പറയുന്നത്. കാരണം ഈ ബലൂജികൾ ഇറാനിലുള്ള സിസ്റ്റാൻ ബലൂചിസ്ഥാനെ യൂസ് ചെയ്താണ്
ഇറാനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഇസ്രായേലും അമേരിക്കയൊക്കെ ശ്രമിക്കുന്നത്. പാകിസ്ഥാനിൽ ഈ പറഞ്ഞ ബലൂചിസ്ഥാന്, പിന്നെ അഫ്ഗാനിസ്ഥാനിലും ബലൂചിസ്ഥാൻ്റെ ഒരു ട്രൈബൽ സെക്ട് ഉണ്ട്. അപ്പം പാകിസ്ഥാൻ കട്ടപ്പുകയിലാണ് നിൽക്കുന്നത്. നമുക്കറിയാം, ഇത്രയും വലിയൊരു പ്രൊവിൻസ്, ഇത്രയും റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയ. പിന്നെ ഇതിനൊരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് എന്നാണ് പറയുന്നത്. കാരണം ഭൂമിയിൽ പാകിസ്ഥാൻ്റെ ഒട്ടുമിക്ക ഈ പഴവർഗ്ഗങ്ങളും ഈ ബലൂചിസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതും അല്ലെങ്കിൽ കൃഷി ചെയ്യപ്പെടുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ പ്രൊവിൻസ് ആണെന്ന് പറഞ്ഞു. 40% വലിയൊരു ജിയോഗ്രഫിയുള്ള പ്രൊവിൻസാണ്. അപ്പോൾ ഈ പ്രൊവിൻസിലാണ് ഇത്രയും റിസോഴ്സ് റിച്ച്. അവിടെ ചില ഭാഗങ്ങളൊക്കെ ചൈനയും പാകിസ്ഥാനും തമ്മിൽ ചില മൈനുകളൊക്കെ ഉണ്ട്. മൈൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മിനറൽസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി, എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ലാഭവിഹിതം മൊത്തം ചൈനയും പിന്നെ അവിടെ ഈ പാകിസ്ഥാൻ്റെ പഞ്ചാബി അധികാരികളും കൂടെയാണ് പങ്കിടുന്നത്. ബലൂചി ആൾക്കാർക്കോ അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ പ്രൊവിൻസിനോ ഒന്നും ഒരു നയാ പൈസ പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിനകത്തിൽ ഏറ്റവും വലിയൊരു പിന്നെ യാഥാർത്ഥ്യം. അപ്പോൾ ഇതെല്ലാം ബലൂചി ആൾക്കാരെ കൂടുതൽ ചൊടിപ്പിക്കുകയും ഇറിറ്റേറ്റ് ചെയ്യുകയും അവരെ കൂടുതൽ ഈ പാകിസ്ഥാനെതിരെ അവർ ശക്തമായി എതിർത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ചൈനയ്ക്കെതിരെ ഇപ്പോൾ ചൈനയെ അവർ ടാർഗറ്റായി. കാരണം ചൈന സിപെക്കിൻ്റെ പേരിൽ വരികയും ചൈനയുടെ ഒത്തിരി ജോലിക്കാരെ അവരവിടെ കൊണ്ടുപോയി വിന്യസിക്കുകയും ബലൂചിസ്ഥാനിലെ ആൾക്കാർക്ക് ജോലി കിട്ടാതെ വരികയും ഇനി അഥവാ ജോലി കൊടുത്താൽ തന്നെ വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളത്തിൽ മാത്രമേ അവർക്ക് ജോലിയൊക്കെ കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ ബലൂചി ആൾക്കാർ ഈ പാകിസ്ഥാനെതിരെ മാത്രമല്ല ചൈനയ്ക്കെതിരെ തിരിയാനുള്ള കാരണമായി. അപ്പോൾ ഇപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ സിപെക്ക് വളരെ അവതാളത്തിലായിരിക്കുന്ന ഒരു കാലമാണ്, അല്ലെങ്കിൽ ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചൈനയ്ക്ക് ഇനി മുന്നോട്ട് എങ്ങനെ പോകാൻ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ചൈന ഈ അടുത്ത സമയത്ത് ഈ ബലൂചിസ്ഥാനിലെ ട്രെയിൻ ഹൈജാക്ക് കഴിഞ്ഞ് പാകിസ്ഥാൻ ഉറപ്പ് കൊടുത്തു, നിങ്ങളെ ഇത് പിന്നെ ഈ ബലൂചി മിലിറ്റൻസി ഹാൻഡിൽ ചെയ്യാൻ മിലിറ്ററിലി അല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ മിലിറ്ററി ഹെൽപ്പൊക്കെ നിങ്ങൾക്ക് തരാം. പക്ഷേ എത്രത്തോളം ചൈനയ്ക്ക് അവരുടെ ട്രൂപ്പിനെ കൊണ്ട് ഡിപ്ലോയ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് വളരെ സംശയമുണ്ട്. കാരണം നമുക്കറിയാം, ഇതിപ്പോൾ ചൈനയുടെ ഒരു യുക്രൈനായി മാറിയിരിക്കുകയാണ് ഈ ബലൂചിസ്ഥാൻ എന്നുള്ളത്. അപ്പോൾ ഇത് ജിയോ പൊളിറ്റിക്കലി ഇമ്പോർട്ടൻ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗദ്വാർ എന്നുള്ള പോർട്ട്. അപ്പോൾ ഈ ബലൂചിസ്ഥാൻ്റെ ഇമ്പോർട്ടൻസ്, ഗദ്വാർ പോർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇത് ചൈനയ്ക്ക് ഇതിൻ്റെ മുകളിൽ ഡോമിനൻസ് കിട്ടിക്കഴിഞ്ഞാൽ, മേൽക്കൈ കിട്ടിക്കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ്, സെൻട്രൽ ഏഷ്യ ഇതിലേക്കൊക്കെ അവർക്ക് റൂട്ട് അല്ലെങ്കിൽ വാതായനം തുറന്ന് കിട്ടുന്നതിന് കാരണമാകും. അപ്പം അങ്ങനൊരു കംപ്ലീഷൻ അല്ലെങ്കിൽ ഗദ്വാർ പോർട്ട് ഫൈനലൈസ് ചെയ്ത് ചൈനയും പാകിസ്ഥാൻ്റെയും ഇക്കണോമിക് ഓർഡർ അത് പൂർത്തീകരിച്ച് അത് ഫുൾ ഫ്ലെഡ്ജായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചൈനയ്ക്ക് കിട്ടുന്ന ആധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അത് ഇന്ത്യ എന്ന് പറയുന്ന വലിയ രാജ്യത്തിനും അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഒരുപോലെ ശക്തമായിട്ടുള്ള തിരിച്ചടിയും അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അറേബ്യൻ സീയിലേക്ക്, പിന്നെ ഗദ്വാർ പോർട്ട് അറേബ്യൻ സീയിലാണ്, അറേബ്യൻ സീയിലേക്ക് ചൈനയ്ക്ക് വളരെ ഈസിയായിട്ട് ഉള്ള ആക്സസ് കിട്ടുകയും ഇപ്പോൾ ഇന്ത്യൻ ഓഷ്യനിൽ ഒരു ഡോമിനൻറ്റ് നേവൽ പ്ലെയർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്. അപ്പം തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ട് ചൈന അതിനെ പ്രതിരോധിക്കാനും ഇന്ത്യയുടെ ഇമ്പോർട്ടൻസിനെ ന്യൂട്രലൈസ് ചെയ്യാനും അല്ലെങ്കിൽ ഇന്ത്യ പിന്തള്ളാനൊക്കെ വളരെ ശക്തിയായിട്ട്, അഗ്രസീവായിട്ട്, പ്രൊവാക്റ്റീവായിട്ട് ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനാണല്ലോ ചൈന പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയൊക്കെ നേവിയെ കൂടുതൽ മോഡേണൈസ് ചെയ്യുകയും അവർക്ക് കൂടുതൽ സഹായങ്ങൾ നൽകുകയൊക്കെ ചെയ്യുക. 2 പില്ലറായിട്ട്, ഒന്ന് അപ്പുറത്തും ഒന്ന് ഇപ്പുറത്തും, ബംഗ്ലാദേശ് ഇപ്പുറത്തും പാകിസ്ഥാൻ അപ്പുറത്തും. അപ്പോൾ 2 നേവൽ ഫോഴ്സിനെയും ചൈന ഒരുപോലെ എന്താണ് പറയുന്നത് ഫണ്ട് ചെയ്യുകയും അതിനെ മോഡേണൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 രാജ്യങ്ങളുടെ നേവൽ പവർ ഇന്ത്യക്കെതിരെ ശക്തമായിട്ട് വിന്യസിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഓഷ്യനിൽ തളച്ചിടുവാനും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇമ്പോർട്ടൻസിനെ ന്യൂട്രലൈസ് ചെയ്യാനും ഓഫ്സെറ്റ് ചെയ്യാനൊക്കെ ചൈനയ്ക്ക് കഴിയും. അമേരിക്ക അതുപോലെ തന്നെ അവിടെ നിന്ന് അവർക്ക് കിക്ക് ഔട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള അംബീഷൻ ചൈനയുടെ ഭാഗത്തുണ്ട്. അപ്പോൾ ഈ ഗദ്വാർ പോർട്ട് സിപെക്കൊക്കെ യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് ഫൈനലൈസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും വളരെ ശക്തമായിട്ടുള്ളൊരു തിരിച്ചടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ 2 രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു ബലൂചിസ്ഥാൻ സ്റ്റേബിളായി നിൽക്കുക, ചൈനയ്ക്ക് അവിടെ ഒരു ഫേമായിട്ടുള്ള സ്റ്റാൻഡ് അല്ലെങ്കിൽ ഒരു ഒന്ന് കാലുകുത്തി നിൽക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക എന്നുള്ള ഈ 2 രാജ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക്കായിട്ടുള്ള പിന്നെ ഒബ്ജക്റ്റീവാണ്. അപ്പോൾ ബലൂചിസ്ഥാൻ സ്റ്റെബിലൈസ് ആയാൽ മാത്രമേ ചൈനയുടെ സിപെക്കും 1 ബെൽറ്റ് 1 റോഡ് നടക്കത്തുള്ളൂ. ബലൂചിസ്ഥാനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളത്
ഇതിനെ എതിർക്കുകയും അല്ലെങ്കിൽ ചൈന ഈ പറഞ്ഞ ഖദ്ദാർ പോർട്ട് കൈയടക്കി ചൈനയുടെ ഡോമിനൻസ് ഉറപ്പിക്കുകയാണെങ്കിൽ അതാർക്കാണ് ബുദ്ധിമുട്ടല്ലെങ്കിൽ ആശങ്ക ഉണ്ടാക്കുന്നതെന്ന് പറയുന്ന രാജ്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുകയും ചെയ്തേ മതിയാകത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ബലൂചിസ്ഥാൻ ഒരു സൈഡിൽ, അതിനോട് നമുക്ക് വേണമെങ്കിൽ അമേരിക്ക, ഇന്ത്യ എന്നുള്ളൊരു കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ, മറു സൈഡിൽ ചൈനയും പാകിസ്ഥാനും, ഇറാനും ബലൂചിസ്ഥാൻ ഇൻഡിപെൻഡൻസിനെ എതിർത്തേ വരത്തുള്ളൂ. കാരണം ഇറാനിലെ ബലൂചികളുണ്ട്, സിസ്റ്റാൻ ബലൂചിസ്ഥാനുണ്ട്. അപ്പോൾ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ ഇൻഡിപെൻഡൻസിന് വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ അതിനെ ഇറാനിലുള്ള സിസ്റ്റാൻ ബലൂചിസ്ഥാനെ കൂടെ കൂട്ടിയോജിപ്പിച്ചാൽ മാത്രമേ അത് ഗ്രേറ്റർ ബലൂചിസ്ഥാൻ സാധ്യമാകൂ എന്നുള്ളതുകൊണ്ടും ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയും അതുപോലുള്ള രാജ്യങ്ങൾ ശക്തമായിട്ട് ഈ ബലൂചികളെ ഉപയോഗിച്ച് ഇറാനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ടും ഇറാൻ തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ കൂടെ നിന്ന്, ചൈനയുടെ കൂടെ നിന്ന് ഈ ബലൂചി ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റിനെ സപ്രസ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ചൈനയ്ക്കാണ്. കാരണം ചൈനയുടെ ബില്യൺസ്, മൾട്ടി ബില്യൺ, ഏകദേശം $60 ബില്യൺ മുകളിൽ അവർ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഈ സിപെക്കിന് വേണ്ടി. അതിൽ വൺ ബെൽറ്റ് വൺ റോഡ് ഏകദേശം മോർ ദാൻ $1 ട്രില്യൺ വലിയൊരു പ്രോജക്റ്റാണല്ലോ. അപ്പോൾ ഈ വൺ ബെൽറ്റ് വൺ റോഡ് ചൈനയുടെ സിൽക്ക് റോഡ് എന്നൊക്കെ പറയുന്ന അവരുടെ ഈ വലിയ മെഗാ പ്രോജക്റ്റ്, കാരണം ഇത് ചൈനയിൽ നിന്ന് തുടങ്ങി ഈ പറഞ്ഞ ബലൂചിസ്ഥാൻ വഴി കയറി മിഡിൽ ഈസ്റ്റ്, സെൻട്രൽ ഏഷ്യ വഴി യൂറോപ്പിലേക്ക് അവരുടെ ട്രേഡിനെ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ചൈനയുടെ ഏറ്റവും വലിയ ഈ വൺ ബെൽറ്റ് വൺ റോഡിൻ്റെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ സ്ട്രാറ്റജിക്കായിട്ടുള്ള ഒബ്ജക്റ്റീവിനെ അട്ടിമറിക്കുക, സബോട്ടാഷ് ചെയ്യുക എന്നുള്ളതാണ് അമേരിക്കയും ഇന്ത്യയൊക്കെ. കാരണം ഇന്ത്യക്ക് സിപെക്കിനകത്തിൽ ഇന്ത്യക്കുള്ള പ്രധാന ബോൺ ഓഫ് കണ്ടൻഷൻ അല്ലെങ്കിൽ വിഷയം നമുക്കറിയാം. കാരണം നമ്മളുടെ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിൽ കൂടെയാണ് ഈ സാധനം ഗിൽഗിത്ത്, ബാൾട്ടിസ്ഥാൻ, അതുപോലെ ബലൂചിസ്ഥാനിൽ കൂടെ ആണ് പോകുന്നത്. അതൊരു ഡിസ്പ്യൂട്ടഡ് ലാൻഡ് ആയതുകൊണ്ടും ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി ആയതുകൊണ്ടും അത് ഇന്ത്യ സമ്മതിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യ പ്രധാനപ്പെട്ട ഒരു ഒപ്പോണൻ്റ് ആകുന്നത്. അതല്ലെങ്കിൽ ഇന്ത്യക്ക് അതിനകത്ത് വിഷയമൊന്നുമില്ല. കാരണം ട്രേഡ് നടക്കുന്നത് നമുക്ക് അതിനകത്തൊരു പാർട്ടിസിപ്പൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനും കൂടുതൽ പ്രയോജനം ഉണ്ടാകുന്നൊരു കാര്യമായതുകൊണ്ട് ഇന്ത്യക്ക് അതിനെ പ്രത്യേകിച്ച് ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഓപ്പോസിറ്റ് ആയില്ല. പക്ഷേ ഇപ്പോൾ ഇന്ത്യ ശക്തമായിട്ട് ഈ ചൈനയുടെ, പാകിസ്ഥാൻ്റെ ഈ സിപെക്കിനെതിരെ അല്ലെങ്കിൽ ഈ ഖദ്ദാർ പോർട്ട്, ബലൂചിസ്ഥാൻ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഫുഡ് പ്രിൻറ്റിനെതിരെയൊക്കെ ഇന്ത്യ എന്തുകൊണ്ട് നിലകൊള്ളുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ കാശ്മീർ, ഒക്കുപ്പൈഡ് കാശ്മീരിനകത്തേക്കൂടെയാണ് ഈ പറഞ്ഞ സിപെക്ക് പോകുന്നത്. അപ്പോൾ അതല്ലായിരുന്നെങ്കിൽ ഇന്ത്യക്ക് അതിൽ കൺസേൺ ഒന്നും ഇല്ലായിരുന്നു. കാരണം അത് ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറിയാണ്. ആ ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി ആയതുകൊണ്ട് തീർച്ചയായിട്ടും അതിനകത്തിൽ കൂടെ ഈ പറഞ്ഞ പ്രോജക്റ്റുകൾ കൊണ്ടുവരാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യ അതിനെ ശക്തമായി എതിർക്കുന്നത്. അപ്പോൾ ഇത് പാകിസ്ഥാനും ചൈനയും അത് അംഗീകരിക്കുന്നില്ല. അത് അവർ പാകിസ്ഥാൻ ഓൾറെഡി നമുക്കറിയാം, പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിൻ്റെ കാര്യം നമുക്കറിയാം. അതുപോലെ തന്നെ അത് ചൈനയ്ക്ക് അവർ തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി ആയതുകൊണ്ടും ഈ പറഞ്ഞ രാജ്യങ്ങൾ തമ്മിൽ ഉഭയകക്ഷിപരമായിട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതുകൊണ്ടും അത് ചൈനയെപ്പോലുള്ള ഒരു മൂന്നാമതൊരു രാജ്യത്തിന് ഇതിനകത്ത് കൂടെ അവരുടെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ ഇന്ത്യ പോലുള്ള രാജ്യം ഒരിക്കലും സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് ഇന്ത്യ ഇതിനകത്തിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്ത് ഇതിനെ എതിർക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുന്നത് ചൈനയാണ്. ചൈന ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? മിലിറ്ററി ഹെൽപ്പ് പാകിസ്ഥാന് കൊടുത്ത് ഇതിനെ കൂടുതൽ ബ്രൂട്ടലായിട്ട് ഇതിനെ സപ്രസ് ചെയ്യുകയോ റിപ്രസ് ചെയ്യുകയോ എന്നൊക്കെയുള്ള കാര്യം നമുക്ക് കണ്ടറിയണം. പക്ഷേ എന്ത് തന്നെ സംഭവിച്ചാലും ബലൂചികളുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായിട്ടുള്ള പ്രതിരോധവും പ്രത്യാക്രമണവും അല്ലെങ്കിൽ തിരിച്ചടികളും ഇനിയും ഉണ്ടാകും. അവരുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങളെ പാകിസ്ഥാൻ പഞ്ചാബി ഡോമിനൻ്റായിട്ടുള്ള ഈ ഭരണവർഗം തിരിച്ചറിഞ്ഞ് അതിനെ ന്യായമായിട്ട് അതിനെ പരിഹരിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ചൈനയുടെ പ്രോജക്റ്റുകൾ ഒന്നും തന്നെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ബലൂചിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള തിരിച്ചടികൾ ഉണ്ടാകും. ബലൂചിസ്ഥാൻ ഇപ്പോൾ ആരൊക്കെയാണോ ഈ പറഞ്ഞ നിശബ്ദമായിട്ട് അല്ലെങ്കിൽ സീക്രട്ടായിട്ട് അവരെ സഹായിക്കുന്നത്, ആ സഹായങ്ങൾ ശക്തമായി തുടരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ചൈനയും പാകിസ്ഥാനും ഇതിനെ എങ്ങനെ നേരിടും, പ്രത്യേകിച്ച് ചൈന ഇതിനെ എങ്ങനെ നേരിടും, ചൈനയുടെ സിപെക്ക് സുരക്ഷിതമാണോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലിസണിങ്.